കേരളത്തിന്റെ മെട്രോ നഗരമായ കൊച്ചിക്ക് ഒട്ടും അഭിമാനിക്കാനില്ലാത്ത വാർത്തകളാണ് വീണ്ടും രാത്രികാലങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. പുലർച്ചെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പെൺകുട്ടികൾക്ക് നേരെ കലൂരിലുണ്ടായ ക്രൂരമായ ആക്രമണം നഗരത്തിലെ ക്രമസമാധാന നിലയുടെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നൈറ്റ് ലൈഫും ആധുനികതയും ആഘോഷമാക്കുന്ന കൊച്ചിയിൽ പുലർച്ചെ 4 മണിക്ക് പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടന്നുപോകാൻ കഴിയില്ലെന്ന അവസ്ഥ മെട്രോ നഗരത്തിന് തീരാക്കളങ്കമാണ്. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികൾക്ക് നേരെയാണ് 8 അംഗ സംഘം ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടത്. ലൈംഗിക ചുവയോടെയുള്ള കമന്റടികൾ ചോദ്യം ചെയ്തതിനാണ് പെൺകുട്ടികളെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. അക്രമം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതോടെ ഫോൺ തല്ലി തകർക്കുകയും പെൺകുട്ടികളിൽ ഒരാളെ നിലത്തിട്ട് ചവിട്ടുകയും തല നിലത്തിടിക്കുകയും ചെയ്ത അതിക്രമങ്ങളുടെ ക്രൂരത നഗരത്തെ ഞെട്ടിക്കുന്നതാണ്. 6 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൊച്ചി നഗരത്തിൽ ഗുണ്ടകളെയും ലഹരി സംഘങ്ങളെയും അടിച്ചമർത്താൻ മുൻപ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള അതിശക്തമായ പോലീസ് നടപടികളുടെ അനിവാര്യത വീണ്ടും ചർച്ചയാകുന്നത്. കൊച്ചിയുടെ രാത്രികളെ ഭീതിയിലാഴ്ത്തുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ സംഘങ്ങളെ വേരോടെ പിഴുതെറിയാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോലീസ് ഇടപെടലുകൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണവും പരിശോധനയും ഉറപ്പാക്കുന്ന കർശനമായ വലിയൊരു ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ കൊച്ചി ആവശ്യപ്പെടുന്നത്. നൈറ്റ് ലൈഫിന്റെ പേരിൽ കൊച്ചിയിൽ ലഹരി സംഘങ്ങളും അക്രമികളും താവളം ഉറപ്പിക്കുന്നു എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് കലൂരിലെ ഈ സംഭവം. ലഹരിയുടെ ലഹരിയിൽ ആരെയും ആക്രമിക്കാൻ മടിക്കാത്ത ക്രിമിനൽ സംഘങ്ങൾ നഗരത്തിലെ തെരുവുകൾ കൈയടക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അക്രമികൾ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളെ പോലും അക്രമത്തിന് ആയുധമാക്കുന്നു എന്നത് നഗരത്തിലെ ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കൊച്ചി നഗരത്തിലെ രാത്രികാല സുരക്ഷ വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. നഗരത്തിലെ ക്രമസമാധാന പരിപാലനത്തിൽ പോലീസിന് സംഭവിച്ച വീഴ്ച തന്നെയാണ് ക്രിമിനലുകൾക്ക് ജനമധ്യത്തിൽ അഴിഞ്ഞാടാൻ ധൈര്യം നൽകുന്നത്. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പ്രതികളെ ഉടനടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കണം. പരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ അക്രമികൾ പ്രാദേശികമായി സ്വാധീനമുള്ളവരാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇത്തരം സംഘങ്ങൾക്ക് രാഷ്ട്രീയമോ പ്രാദേശികമോ ആയ യാതൊരുവിധ സംരക്ഷണവും ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. പെൺകുട്ടികളെ മർദ്ദിച്ച കേസിൽ കർശനമായ വകുപ്പുകൾ ചുമത്തി പ്രതികളെ മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. മെട്രോ നഗരത്തിന്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള വലിയ അവകാശവാദങ്ങൾക്കിടയിലാണ് ഈ ക്രൂരത എന്ന കാര്യം വിസ്മരിക്കരുത്. ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന തരത്തിൽ നഗരത്തിലെ രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും ഉടച്ചുവാർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൊച്ചിക്ക് അപമാനമായി മാറിയ ഈ സംഭവത്തിന് പിന്നിലെ എല്ലാ പ്രതികളെയും ഉടൻ വലയിലാക്കാൻ പോലീസിന് സാധിക്കണം. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ശക്തമായ റെയ്ഡുകളും ഗുണ്ടാവേട്ടയും നഗരത്തിൽ വീണ്ടും സജീവമാക്കിയാൽ മാത്രമേ ക്രിമിനലുകളെ ഭയമില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കൂ. സാരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാനും കൊച്ചിയുടെ സുരക്ഷ തിരിച്ചുപിടിക്കാനും അടിയന്തര പോലീസ് നടപടികൾ തന്നെയാണ് ഇനി ഉണ്ടാകേണ്ടത്.